ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, വണ്ണം കുറയ്ക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എനിക്ക് ഷെയർ ചെയ്യാനേ ഉള്ളത്, നിങ്ങളുടെ കയ്യിൽ വെയിങ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഇപ്പം തന്നെ നിങ്ങൾ ഒരെണ്ണം ബുക്ക് ചെയ്തോളാം, ഇപ്പം തന്നെ മേടിച്ചോളാം. നിങ്ങളുടെ കയ്യിൽ വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ വീക്ക്ലി ഇല്ലെങ്കിൽ മന്ത്ലിനേക്കാളും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുക വീക്ക്ലി നിങ്ങൾ വെയിറ്റ് നോക്കുക. അങ്ങനെ വെയിറ്റ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ഒരു വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണ് കൂടുന്നത് അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണ് കുറയുന്നത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെക്ക് ചെയ്യേണ്ട. കാരണം ഇന്ന് നമ്മൾ എക്സസൈസ് ചെയ്ത് ഇന്ന് തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം തോന്നില്ല, നമുക്കൊരു നിരാശ ഫീൽ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ വീക്ക്ലി മാത്രം നോക്കുക. ഇപ്പോൾ 6 ദിവസം, 6 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കും, എന്നിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത നോക്കാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ നമ്മുടെ വെയിറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കഴിക്കുമ്പോഴാണ് കുറയുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ വെയിറ്റ് അറിയണം. അപ്പോൾ അതുകൊണ്ട് വെയിങ് മെഷീൻ ഫസ്റ്റ് ഓഫ് ഓൾ വാങ്ങിച്ചിട്ടുണ്ടാവണം. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെയിങ് മെഷീൻ വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വെയിറ്റ് കൂടില്ലായിരുന്നു. അപ്പോൾ വെയിങ് മെഷീൻ നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ മേടിക്കുക. അതെന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത ടിപ്പ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ കാണുന്ന, നിങ്ങളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എന്താണെങ്കിലും കാണുന്നത് ഇങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് കാണാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. സ്പെഷ്യലി ഇങ്ങനെ വറുത്ത് പൊരിച്ചെടുക്കുന്ന അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, നല്ല ബർഗർ ഇങ്ങനെ കടിച്ച് തിന്നുന്നതോ പിസ്സയോ അങ്ങനെയൊക്കെ കാണാന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമുക്കത് കഴിക്കണം തോന്നില്ലേ, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് നാളത്തേക്ക്, നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അത്രയും നാളത്തേക്ക് നിങ്ങൾ കാണാതിരിക്കുക. ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടിപ്പാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചിക്കനൊക്കെ വറുക്കുന്നതും അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ച് കുക്ക് ചെയ്യുന്നതും അതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കാണുമ്പോഴേക്കും നമുക്ക് അങ്ങനെ കഴിക്കണം എന്ന് തോന്നും. അപ്പോൾ നമ്മൾ അന്ന് ഓർഡർ ചെയ്തേക്കാന്ന് വിചാരിച്ച് നമ്മൾ ഓർഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ചാനൽസൊക്കെ കുറച്ച് നാളത്തേക്ക് നമ്മളത് കാണണ്ടാന്ന് വെക്കുക. അതിന് പകരം നിങ്ങൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഇങ്ങനെ ഫിറ്റ്നസ് കൂടുതൽ എങ്ങനെ വണ്ണം കുറയ്ക്കാൻ പറ്റുന്നത്, വണ്ണം കുറയ്ക്കുമ്പോഴുള്ള ഫുഡ് എന്തൊക്കെയാണ്, ഓരോ ഫുഡിലുള്ള കാലറീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ചാനൽസ് കൂടുതൽ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ ഞാൻ ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ മാറ്റി. പിന്നെ നിങ്ങൾ ഫുഡ് കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുള്ള ചാനൽസ് ഉണ്ട്, അങ്ങനത്തെ നോക്കാം. അതാകുമ്പോഴേക്കും നമുക്കത് കാണുമ്പോഴേക്കും നമുക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിച്ചാലും നമുക്കത് നല്ലതായിരിക്കും, ഹെൽത്തി ഫുഡ് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ മീൻ വറുക്കുകയാണെങ്കിൽ മീൻ വറുക്കുന്നത് എങ്ങനെ നമുക്ക് ഹെൽത്തി രീതിയിൽ വറുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഞാൻ ആ ടൈമിൽ കണ്ടുകൊണ്ടിരുന്നത്. എണ്ണ വളരെ കുറച്ച് ഇങ്ങനെ ഇലക്കകത്ത് വെച്ച് അങ്ങനെയൊക്കെ വറുത്തെടുക്കണമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒത്തിരി ഓയിലൊന്നും ഇല്ലാതെ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചാനൽസൊക്കെ കൂടുതലായിട്ട് കാണാം, കൂടുതൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് കാണാൻ നോക്കാം. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫിറ്റ്നസ്സിനോട് ഇൻട്രസ്റ്റ് വരും, നമുക്ക് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വരും. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ ഫുള്ള് അങ്ങനത്തെ ചാനൽസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഫുൾ സജഷൻ അതായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ആഡ് വരുമ്പോൾ എപ്പോഴും വന്നുകൊണ്ടിരുന്ന മറ്റേ ഹെൽത്തി ഫൈമിയുടെ ആയിരുന്നു ആഡ് ഫുള്ള് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ കാരണം ഇങ്ങനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് വരുന്ന ആഡ് അതേപോലത്തെ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള ടിപ്പ്, നിങ്ങൾ അങ്ങനെയുള്ള ഫിറ്റ്നസ് ചാനൽസ് കൂടുതൽ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇനി അടുത്തത്തെ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് ആ ഫുഡ് നിങ്ങൾ വേറെ എവിടെയും നോക്കാതെ ആ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കഴിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ആ ഫുഡ് ഇത്രയും ഇപ്പം ഞാനിപ്പോൾ ചോറ് കഴിക്കുമ്പോഴേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ചോറ് എടുക്കുക, കുറേ കറികൾ എടുക്കുക. അപ്പോൾ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പയ്യനെ കഴിക്കുമ്പോഴേക്കും എനിക്ക് ഇത്ര ഫുഡ് ഞാൻ കഴിച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്യും. അതേസമയം നിങ്ങൾ ചിലപ്പോൾ TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ്, ഫോൺ നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം നമ്മൾ കഴിക്കണമെന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ആ ഒരു ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കഴിക്കുക. പിന്നെയുള്ള ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന പാത്രം വന്നിട്ട് ചെറിയ പാത്രത്തിലെടുക്കാം. അത് എത്രത്തോളം എനിക്കത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ പാത്രത്തിൽ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡ് നമുക്ക് അത്യാവശ്യം കുറേയുള്ള പോലെ ഫീൽ ചെയ്യും, കുറച്ച് ഫുഡാണെങ്കിൽ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ പ്ലേറ്റിൽ കറികൾ വിളമ്പും. കറികൾ ഇട്ടതിന് ശേഷമാണ് ഞാൻ മെയിനായിട്ടുള്ള ചോറോ ഇല്ല ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിയോ അതൊക്കെ വിളമ്പും. അപ്പോൾ എനിക്ക് എൻ്റെ പ്ലേറ്റ് നല്ല ഫില്ലായിട്ട് ഫീൽ ചെയ്യുമ്പോഴേക്കും എൻ്റെ വയറ് നന്നായിട്ട് ഫില്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ തോട്ടിൻ്റെ ആയിരിക്കും, പക്ഷെ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ആ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഫുഡ് അറിഞ്ഞ് ചവച്ച് കഴിക്കുക. കാരണം നമ്മൾ കൊണ്ട് നമ്മളിങ്ങനെ ചവയ്ക്കുമ്പോൾ നമ്മൾ എന്തോരം ചവച്ച് അരയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് ഡൈജഷൻ നടക്കും. അതുപോലെ തന്നെ നമുക്ക് ചവയ്ക്കുമ്പോഴേക്കും ഒരു സിഗ്നൽ നമ്മുടെ വയറിലോട്ട് പാസ് ചെയ്യും, ഓക്കെ ഫുഡ് വരുന്നുണ്ട്, അപ്പോൾ റെഡി ആയിക്കോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുക. നമ്മൾ ടി വി ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വിഴുങ്ങിയൊക്കെ അല്ലേ കഴിക്കുക, അങ്ങനെ ആസ്വദിച്ച് അരച്ചരച്ച് കഴിക്കലില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പെട്ടെന്ന് ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കുകയും ചെയ്യും, നമുക്ക് നല്ലൊരു വയറിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പിന്നെ കഴിക്കുന്ന ഫുഡ് നമുക്ക് അറിഞ്ഞ് എൻജോയ് ചെയ്ത് കഴിക്കാനും പറ്റും. പിന്നെയുള്ളൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറീസ് കൗണ്ട് ചെയ്യുക. നമ്മളൊരു ദിവസം എത്ര കാലറി നമ്മൾ കഴിക്കണം എന്നുള്ളത് നോക്കാം. എൻ്റെ ഒരു കേസിൽ എനിക്കൊരു 5 to 6 kgs കുറച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വെയിറ്റിലോട്ട് എത്താൻ ഒരു 57, 56 അതിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഡെയിലി 600 കാലറീസ് കഴിച്ചാൽ മതിയായിരുന്നു. എന്ന് വെച്ചാൽ കുറയ്ക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട്. ഓക്കെ, അത് കറക്റ്റാണെന്നത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിനും ആവശ്യത്തിനും അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. എനിക്കിങ്ങനെയായിരുന്നു. എനിക്കൊരു 600 ഇല്ലെങ്കിൽ 700 അത്രയും കാലറീസിൻ്റെ ആവശ്യം ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, നടന്ന് ഭയങ്കര മൂവ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് അത്രയും ഒരു കാലറീസിൻ്റെ ആവശ്യമില്ല, കാരണം അത്ര എനർജി എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 600 to 700 കാലറി മതിയായിരുന്നു എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദിവസം കഴിക്കുന്നത് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. രാവിലെ ചായ കുടിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആപ്പ് ഏതൊക്കെയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ആപ്സ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം ഏതൊക്കെ ആപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേന്ന്. ഫസ്റ്റ് ആണ് വന്നിട്ട് ഫാറ്റ് സീക്രറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിനകത്ത് ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓരോന്ന് സെറ്റ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, അപ്പോൾ അതിനൊക്കെ എത്ര കാലറീസായി, ലഞ്ചിന് എന്തൊക്കെയാണ് കഴിച്ചത് അതിന് എത്ര കാലറീസായി, ഈവനിങ് എന്താ കഴിച്ചത് അതിന് എത്ര കാലറീസായി, അങ്ങനെ ഓരോരോ കാലറീസ് ഞാൻ നോക്കും. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഓരോന്നിൻ്റെ ഫുഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാലറീസ് അറിയാം, ഇല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും അറിയാം കേട്ടോ എന്തൊക്കെയാണ് കാലറീസ് എന്നുള്ളത്. അപ്പോൾ ആ കാലറീസ് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് എന്തോരം കാലറി ഉണ്ട്, അത് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്താലാണ് ആ കാലറി നമുക്ക് ബേൺ ചെയ്യാൻ പറ്റണേന്ന്. അപ്പോൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ആ കാലറി നമുക്ക് ബേൺ ചെയ്യാൻ പറ്റണേന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാലറി നിങ്ങൾ പഠിക്കുക. അപ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് വെയിറ്റ് ലോസിന് എനിക്ക് ഹെൽപ്പ് ചെയ്തതാണ്. ഓരോ ഫുഡിൻ്റെ കാലറി എന്തോരം ഉണ്ട്. അപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ ആപ്പിളിൽ തന്നെ എത്ര കാലറീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാലറി കൗണ്ട് ചെയ്യുക. കാലറി കൗണ്ട് ചെയ്ത് മാത്രം കഴിക്കണം എന്നല്ല, കാലറി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് സ്വാഭാവികമായിട്ട് കുറയുമ്പോഴേക്കും വണ്ണം കുറയും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അടുത്തൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് വിശക്കുമ്പോൾ മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കാം. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഒക്കെ ഞാൻ പറയാം. നമ്മളിപ്പോൾ രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അതായത് വയറിങ്ങനെ ഒരു കത്തി ഇങ്ങനെ നമുക്കിങ്ങനെ മേലോട്ടൊരു തീയൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീലും. എല്ലാവർക്കും വിശപ്പ് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ്. ആണോ? മോസിന് അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കത്തി വരുന്ന ആ ഒരു ടൈമിൽ മാത്രം ഭക്ഷണം കഴിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനം ഇരിക്കുക എന്നാൽ ഒന്ന് കഴിച്ചേക്കാം. നമ്മൾ ചിലപ്പോഴൊക്കെ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒന്ന് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കില്ല. അങ്ങനെ കഴിക്കരുത്. നിങ്ങൾക്ക് വയറ് വിശക്കാണ് എന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. പിന്നെ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ എനിക്ക് മതി എന്ന്. നമുക്കിങ്ങനെ നമ്മുടെ വയറിങ്ങനെ ഒരു സിഗ്നൽ തരും. എല്ലാവരും ആ ഒരു സിഗ്നൽ അറിയാറില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു പോകും അറിയാതെ. നമ്മൾ എന്നാൽ ഇത്തിരി കൂടി കഴിച്ചേക്കാം എന്ന് നമ്മൾ ആ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലോയിലോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ലോയിലോ ഇല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലോയിലോ നമ്മൾ അതങ്ങോട്ട് കൂടുതൽ കഴിക്കും. അപ്പോൾ ആ ഒരു വയറ് സിഗ്നൽ തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഫുഡ് ബാക്കി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കഴിക്കാമല്ലോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമുക്ക് വയറ് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ വിശക്കുമ്പോൾ മാത്രം കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആ വിശപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കരുത്. അതായത് നമ്മുടെ ഫുള്ള് വയറ് നിറയെ കഴിക്കാതെ വയറിൻ്റെ ഒരു 1/4 ഭാഗം കഴിക്കുക. അപ്പം അത്ര ആകുമ്പോഴേക്കും നമുക്ക് സിഗ്നൽ കിട്ടും. അപ്പോൾ ആ ഒരു ടൈം വരെ മാത്രം കഴിക്കുക. അത് കഴിഞ്ഞ് വയറ് നിറഞ്ഞ് നമുക്ക് എണീക്കാൻ വയ്യോ ശ്വാസം മുട്ടുന്ന ആ ഒരു കണ്ടീഷൻ വരെ ഇരിക്കരുത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഫുഡ് കഴിച്ചിട്ട് എണീക്കുക. അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെയും കറികളൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും. വേഗം തന്നെ എണീക്കാൻ പോയി പാത്രം കഴുകി വയ്ക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കാം. അതൊരു ടിപ്പ്. പിന്നെ ഒരു ടിപ്പ് വന്നിട്ട് നിറയെ വെള്ളം കുടിക്കുക. നിങ്ങൾക്കിപ്പോൾ ചെറുതായിട്ടൊന്ന് വിശന്ന് ഇങ്ങനെ ഒത്തിരി കത്തലില്ല, ചെറിയൊരു വിശക്കണ്ട തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ രാവിലെ ഒരുപാട് കാലറീസ് ഉള്ളൊരു ഫുഡാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വെള്ളം കുടിക്കും. നിങ്ങൾ വിശന്നില്ലെങ്കിൽ പോലും കൂടെ വെള്ളം കുടിക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ടൊരു ബോട്ടിൽ വെള്ളം പയ്യനെ കുടിച്ച് ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീർക്കുക. 2 കുപ്പി വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് നോക്കാം. അങ്ങനെ കുടിക്കാന്നുണ്ടെങ്കിൽ വിശപ്പും കുറയും, വെള്ളവും കിട്ടും. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വളരെ കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ മാറ്റുക. വെയിറ്റ് കുറക്കണം എന്നുള്ള ആഗ്രഹമല്ല, ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം മാറ്റുക. എന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നിറയെ വെള്ളം കുടിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ വേറൊരു ടിപ്പ്, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ മാക്സിമം വന്നിട്ട് ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെഷനായിരുന്നു ഇങ്ങനെ ഫുഡിൻ്റെയും അതുപോലെ കോസ്മെറ്റിക്സിൻ്റെയൊക്കെ ആ ഒരു സെഷൻ. അപ്പോൾ ഇപ്പോൾ ഫുഡിൻ്റെ സെഷനിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എടുക്കണം തോന്നിയാൽ പോലും ഞാനപ്പോൾ അതിൻ്റെ കാലറീസ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരും. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്ത് നോക്കും. അപ്പോൾ അതിനകത്ത് എത്ര കാലറി ഉണ്ടെന്ന് നോക്കുമ്പോൾ അപ്പോൾ തന്നെ ഞാനത് മാറ്റി വയ്ക്കും. അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വാങ്ങിച്ച് വെക്കേണ്ട, ആ ഒരു സെഷനിലോട്ടേ പോകേ വേണ്ട. അതൊരു നല്ല ടിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ടിപ്പ് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു ബർഗർ കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിസ്സ കഴിക്കാൻ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വീക്കിലി ഇപ്പോൾ വൺസ് നിങ്ങൾക്ക് പിസ്സയോ ഇല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കണമുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോഴേക്കും നമ്മൾ ആലോചിക്കാം, ഓക്കെ എനിക്ക് ഈ ഒരു പിസ്സ കഴിക്കാം അല്ലെങ്കിൽ ബർഗർ കഴിക്കാം, ഇതിനകത്ത് എത്ര കാലറീസ് ഉണ്ട്, ഇത്രയും കാലറീസ് എനിക്ക് അത്രയും ഇഷ്ടമാണോ ബർഗർ എന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് പിസ്സ ബർഗറിനെക്കാട്ടിലൊക്കെ എനിക്ക് കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ടുണ്ടാവണം മേ ബി നമുക്ക് വീട്ടിൽ വറുക്കുന്ന ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിനകത്തും കാലറീസ് ഉണ്ട് ഏകദേശം സെയിം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ഫാസ്റ്റ് ഫുഡിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും, എന്നാൽ പോലും ഏകദേശം സെയിം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് വേണോ ഞാൻ ആലോചിക്കും. ഞാനപ്പോൾ എനിക്ക് മീൻ വറുത്തത് മതി അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ മതി ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു ഫുഡിൽ മാത്രം നിങ്ങൾ കഴിക്കുക. അതായത് ഇങ്ങനെ ചീറ്റ് മീലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയും ആഗ്രഹമുള്ള ഒരു ഫുഡ് ഐറ്റം മാത്രം പിക്ക് ചെയ്യുക. അല്ലാതെ നമുക്ക് അത്ര ആഗ്രഹമില്ലാതെ ഒരു പിസ്സ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ബർഗർ കഴിച്ച് കഴിഞ്ഞു, എനിക്ക് കഴിക്കണ്ടായിരുന്നു. എനിക്കപ്പം ഞാൻ ബർഗർ കഴിച്ചാലും തോന്നും കഴിക്കണ്ടായിരുന്നു, എന്തായാലും കഴിച്ചത് എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല, പിന്നെ എന്ത് വെറുതെ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചന വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല, മീൻസ് അത് അത്ര ആഗ്രഹമില്ല. അപ്പോൾ ആഗ്രഹമില്ലാത്ത മാറ്റി വെച്ചിട്ട് നമുക്ക് അത്ര ആഗ്രഹമുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ നോക്കാം. അതൊരു ടിപ്പ്. ഇനി നെക്സ്റ്റത്തെ ടിപ്പ്, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ, മിക്ക ആളുകൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ മടി ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷേ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡയറ്റ് മാത്രം ചെയ്താലും വണ്ണം കുറയില്ല, എക്സസൈസ് മാത്രം ചെയ്താലും വണ്ണം കുറയില്ല. ഇത് രണ്ടും കൂടി ഒരു മിക്സ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ണം കുറയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മടുപ്പില്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം ചെയ്യണ എക്സസൈസ് ആയിരിക്കരുത് നെക്സ്റ്റ് ഡേ ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മടുക്കോ ഇല്ല, നമുക്ക് വെറൈറ്റി ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷൻ തന്നെ നടക്കാണ്ടിരിക്കുക, അതായത് കണ്ടിട്ടുള്ള സ്ഥലത്ത് തന്നെ നടക്കാണ്ടിരിക്കുക, വേറെ കാണാത്ത ഡിഫറെൻറ്റ് സ്ഥലത്ത് നടക്കുക. അപ്പോൾ നമുക്ക് നടക്കുന്നത് അറിയില്ല, നമുക്ക് പുതിയ സ്ഥലങ്ങളും കാണാം, അതൊരു എക്സസൈസും ആവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നമ്മുടെ ഡെയിലി എക്സസൈസിങ്ങിൽ കൊണ്ടുവരാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത്തെ ഒരു ടിപ്പ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് 8 മണിക്കൂർ കിടന്നുറങ്ങാനായിട്ട് നോക്കുക. ഉറക്കം നമ്മുടെ വെയിറ്റ് ലോസിന് വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല ബോഡിക്ക് ആ ഒരു റെസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങാനായിട്ട് നോക്കുക. നല്ലപോലെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ക്ഷീണം വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റും. ഉറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നത്തെ ഒരു ടിപ്പ് വന്നിട്ട്, നിങ്ങളുടെ മടി മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കാണ്ടെങ്കിൽ നമ്മൾ നടന്നു പോയിട്ട് അത് എടുക്കുക. അതായത് ആ ഒരു നമ്മുടെ ബോഡിക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ലോസിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ മടി പിടിച്ചിട്ടിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. പിന്നത്തെ ഒരു ടിപ്പ് വന്നിട്ട്, നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുക. അതായത് നിങ്ങളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്ന ഉറപ്പുള്ള കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കീറ്റോ ഡയറ്റ് എടുത്തു, അപ്പോൾ ചിക്കൻ മാത്രം നമുക്ക് അങ്ങനത്തെ പ്രോട്ടീൻ ഐറ്റംസ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര നാൾ അങ്ങനെ കഴിക്കാൻ പറ്റും? നിങ്ങൾക്ക് അങ്ങനെ ലൈഫ് ലോങ് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അല്ലാതെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു ഡയറ്റ് നിങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഫലിക്കില്ല. അതുപോലെ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസിങ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജിമ്മിലൊക്കെ പോയി കുറേ നാൾ പോയി ഇനി പോകാൻ പറ്റില്ല, ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രം ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളങ്ങനെ നമ്മളെ കൊണ്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുക. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പോർഷൻ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ പകുതിയാക്കി കഴിക്കുക. അതപ്പോൾ എനിക്ക് എല്ലാ ഫുഡും കഴിക്കാനും പറ്റും. വീക്ക്ലി വൺസ് എനിക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹമുള്ള എന്തെങ്കിലും ഒക്കെ ബർഗറൊക്കെ കഴിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഈ മീൻ വറുത്തൊക്കെ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് കഴിക്കും, ഒരുപാട് കഴിക്കില്ല, കുറച്ച് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹമൊക്കെ മാറുകയും ചെയ്യും, അതുപോലെ നമുക്ക് വണ്ണം കുറയ്ക്കാനും പറ്റും. സോ അപ്പോൾ ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഇല്ലെങ്കിൽ എക്സസൈസ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം.
പിന്നത്തെ ഒരു ടിപ്പ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ലേ. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഇല്ല ഫുഡിനൊന്നും, ഫുഡ് കഴിക്കണമായിട്ട് ഫീൽ ചെയ്യണില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കുക, ഹെൽത്തി ഫുഡ് റെസിപ്പീസ് നോക്കാം. അപ്പോൾ നമുക്ക് സെയിം ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഒരു ദിവസം കഴിച്ച ഫുഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ, ഇപ്പോൾ ഓട്സ് ഒക്കെ കണ്ട കഴിക്കും, നമുക്ക് വൈകിട്ട് ഓട്സ് കഴിക്കുകയാണ്, അപ്പോൾ ഫുൾ ഓട്സ് കഴിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടാവാതിരിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷ്, അതായത് ഹെൽത്തി ഡിഷസ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റൂട്ടെ. ഞാൻ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിരുന്ന ടൈമിൽ, ഇപ്പോഴും ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്യണമെന്നുള്ള. അന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസോ ഒന്നും കഴിക്കണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ടാർഗറ്റ് എത്തിയപ്പോഴേക്കും ഞാൻ ഇപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുന്നുണ്ട്, പക്ഷെ നല്ല പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക. ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് 57 വെയിറ്റിൽ തന്നെ ഞാൻ ഇങ്ങനെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ അപ്പോൾ ഞാൻ ആ ടൈമിൽ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ നമുക്ക് സെയിം ഫിഷ് ഫ്രൈ ചെയ്യുന്നത് തന്നെ ഡീപ്പ് ഫ്രൈയും ചെയ്യാം, അതല്ലാതെ സെയിം ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വേറെ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ചാനൽസ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിലോ, എനിക്കിങ്ങനെ സ്വീറ്റ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ എനിക്ക് മധുരം എന്തായാലും കഴിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു മാംഗോ കട്ട് ചെയ്ത് കഴിക്കും, അപ്പോൾ അതിനകത്തൊരു സ്വീറ്റ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് കഴിക്കുമ്പോഴേക്കും ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് കത്തലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും ഒരുപാട് എരിവുള്ളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അത് മാറും. അപ്പോൾ എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ് നോക്കാം. അതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ് കേട്ടോ. ഓൾട്ടർനേറ്റീവ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കഴിച്ചാലും വണ്ണം വയ്ക്കും. നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വണ്ണം നല്ലപോലെ കുറയ്ക്കാനായിട്ട് പറ്റും. ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷുഗറിന് പകരം ഇപ്പോൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇല്ലാണ്ട് ചായ കുടിക്കാം, മധുരം ഇല്ലാണ്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കണമല്ലോ, നമുക്ക് എത്ര നാൾ മധുരം ഇല്ലാണ്ട് ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇപ്പോൾ ശർക്കര ഇട്ട് കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ പീസ് പോലത്തെ ശർക്കര ഉണ്ട്, അത് എക്സാക്റ്റ് ഈ ഒരു പഞ്ചസാരയുടെ പോലെ ചെറിയൊരു ശർക്കരയുടെ ഒരു രുചി മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചായ കുടിക്കുമ്പോഴേക്കും ശർക്കര ഇട്ട് കുടിച്ചാൽ ഒട്ടറിയില്ല, ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് നോക്കാം. ഇത്രയാണ് ഞാനിപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര വലുതായിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ടിപ്സാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും പറയുക. പിന്നെ നമ്മുടെ വ്ളോഗിങ് ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ നിറയെ വീഡിയോസൊക്കെ ഇടുന്നതാണ്. എൻ്റെ ഡെയിലി ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അവിടെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.